അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിന് കാർത്തിക മുക്കാല്, കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ആദ്യ ഭാഗം, അതായത് ഈ ആഴ്ചയുടെ ആദ്യത്തെ ഒരു ഭാഗം വളരെ സാധാരണ പോലെ ആയിരിക്കാം. എന്നാൽ ഈ 19-ാം തീയതി ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് വരികയും ലഗ്നത്തിലേക്ക് വരികയും അത് സ്വക്ഷേത്രമാവുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പലതരത്തിലുള്ള അനുകൂല ഫലങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അവരെ ഭാഗ്യം പിന്തുണയ്ക്കുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയുള്ളൊരു ചില അവസ്ഥാവിശേഷങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പല സൗഭാഗ്യങ്ങളും അതുപോലെ സന്തോഷങ്ങളും ഒക്കെ കുടുംബത്തിലും അതുപോലെ പ്രവർത്തന മണ്ഡലത്തിലും ഒക്കെ അവർക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അതുപോലെ ധനപരമായിട്ടും അനുകൂലമായിരിക്കും. ധനസമൃദ്ധി ഉണ്ടാവുക, പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരിക, നേരത്തെ പ്രവർത്തിച്ചതിൽ നിന്നുള്ള ഫലം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ജോലിയിൽ പുതിയ അവസരങ്ങൾ തുറന്നു വരും.